പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആരുടേതാണ്, അതായത് നമ്മുടെ ഫാദറിൻ്റെ ആണോ മദറിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ ആണോ അതോ എൻ്റേത് തന്നെയാണോ എന്ന് നമുക്ക് ചിലപ്പം അറിയാൻ സാധ്യതയില്ല. അപ്പം ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ആരുടെ നമ്പറാണ് നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആഫ്റ്റാക്സ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു ലിങ്ക് സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഓക്കെ, മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ, ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലിങ്ക് ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അതിനുശേഷം താഴത്ത് സ്ക്രോൾ ചെയ്യുക. ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. താഴത്തോട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആധാറിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വേണ്ടത് ഇവിടെ ആധാറിൻ്റെ സ്റ്റാറ്റസ്, ചെക്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ചെക്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ ഇതൊന്നും തെറ്റടിച്ച. ഓക്കെ, ശേഷം നിങ്ങൾക്കിതാ ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയും കാണാൻ പറ്റും. അവിടെ നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻറ്റ്മെൻറ്റ് താഴത്തായിട്ട് ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ആ ഒരു കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യാപ്ച ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്ചയും കൂടി നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ വാലിഡിറ്റി ഇൻഫർമേഷൻ ഇവിടെ താഴത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു റീലോഡായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു OTPയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിക്കൊണ്ട് ഇതുപോലെ നമ്മളുടെ വാലിഡിറ്റി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആധാർ കാർഡ് നമ്പർ വന്നിട്ടുണ്ട്, എക്സിസ്റ്റ് കാണിക്കുന്നുണ്ട്, ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിക്കണം. അപ്പോൾ നമ്മൾ ഏജ് കാണാൻ സാധിക്കും. ഇത് 20 to 13 ഇയേഴ്സിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ ഒരു ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഈ ആധാർ കാർഡുമായിട്ടുള്ള വ്യക്തിയുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ സ്റ്റേറ്റ്, പിന്നെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 3 ഡിജിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു 3 ഡിജിറ്റ് നിങ്ങളുടെ നിങ്ങളുമായി റിലേറ്റ് ചെയ്യുന്ന ഫാദറിൻ്റെ ആണോ മദറിൻ്റെ ആണോ നിങ്ങളുടേതാണോ ബ്രദറിൻ്റെ ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആരുടേതാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.